സെക്രട്ടേറിയറ്റ് പടികളിലേക്കാണ് നമ്മൾ വീണ്ടും ചെല്ലുന്നത്. തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സംസ്ഥാനത്തിന്റെ പലയിടത്തും ആശമാർക്ക് ഐക്യദാർഢ്യവുമായി പ്രതിഷേധം നടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്നാണ് ആശമാരുടെ നിലപാട്. അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അജീഷ്, അങ്ങനെ തലമുടി മുറിച്ചും തലമുണ്ടനം ചെയ്തുമൊക്കെയുള്ള പ്രതിഷേധത്തിലേക്ക് ആശമാർ കടന്നിരിക്കുകയാണ്. സമരം തുടങ്ങി 50 നാളാകുന്നു. ഇപ്പോഴും സർക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആശാ വർക്കേഴ്സ് സമരം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. അനുജ, സമരത്തിന്റെ 50-ാം ദിവസം ആശാ വർക്കർമാർ ശക്തമായ സമരമുറയിലേക്ക് കടന്നിരിക്കുന്നു. മുടി മുറിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഐക്യദാർഢ്യവുമായി ഇപ്പോൾ വികാരിമാരും എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം അവർ ചേരുകയാണ്. നിങ്ങളും ഈ സമരത്തിനോടൊപ്പം ഐക്യദാർഢ്യപ്പെട്ട് ഈ മുടി മുറിച്ചിരിക്കുന്നു. എന്താണ് ഈ സമരത്തിനോട് നിങ്ങൾ സർക്കാരിനെതിരെ പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത് ഈ സമരത്തിൽ അവർ ചർച്ചയ്ക്ക് വിളിക്കുകയും ഈ സമരം തീർക്കുകയും ചെയ്യണം എത്രയും വേഗത്തിൽ. 50 ദിവസമായി കഴിയുന്ന ഈ സഹോദരിമാരുടെ വേദന മനസ്സിലാക്കണം. കാരണം ഈ സമരം അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സമരമാണ്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ ആർക്ക് സാധിക്കുകയില്ല. ഒരു ജനാധിപത്യ രാജ്യമായത്. അതുകൊണ്ട് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാതെ ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ അപേക്ഷ. ചെറിയ പെരുന്നാൾ കൂടിയാണ്. അവർ 12 ദിവസമായി പട്ടിണി സമരം കൂടി കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതുവരെ സർക്കാർ ഇവർക്ക് അനുഭാവപൂർണമായ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ എന്താണ് സർക്കാരിനോട് പ്രധാനമായിട്ടും ഈ സമരത്തെക്കുറിച്ച്? അതായത് ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല. 50 ദിവസമായി അവരെ ചർച്ചയ്ക്ക് വിളിക്കണം. ചർച്ചയ്ക്ക് വിളിച്ച് അനുകൂലമായിട്ട് ജീവിക്കാനുള്ളതായ പണം അവർക്ക് നൽകണം. ഒരു ദിവസം ജീവിക്കുവാനുള്ള പണം നമുക്കെല്ലാം ലഭിക്കുന്നുണ്ട്. അത് നൽകുവാൻ തക്കവണ്ണം സർക്കാർ തയ്യാറാകണം. അത് ആവശ്യമാണ്. കാരണം 232 രൂപ കൊണ്ട് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ നാട്ടിൽ. നമ്മളല്ല ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അത് മനസ്സിലാക്കി സർക്കാർ ഭരണാധികാരികൾ പെരുമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. അനുജ, അതാണ് ഈ പുരോഹിതന്മാർ, ഇവർക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിയ പുരോഹിതന്മാരും മുടി മുറിച്ച് ഈ സമരത്തിൽ പങ്കാളികളായിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായ സമര മാർഗമാണ് ആശമാർ ഇന്ന് 50-ാം ദിവസം പിന്നിടുമ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ മുടി നമ്മുടെ തലയിലായിരുന്നു, ഇപ്പൊ കയ്യിൽ പിടിച്ചുകൊണ്ട്, അത് വെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ മണ്ണിലൂടെ നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. എല്ലാവരും പ്രകടനത്തിനായിട്ട് വരണം. ഇപ്പോൾ ആശാ സമരം ചെയ്യുന്നവർ പറയുന്നത് പോലെ തന്നെ പല ചരിത്ര സമരങ്ങൾക്കും സാക്ഷ്യം വഹിച്ച MG റോഡ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ഈ സമരവേദിക്ക് മുന്നിൽ മുടിച്ച മുറി കയ്യിൽ പിടിച്ചുകൊണ്ട് ആശമാർ ഇപ്പോൾ പ്രകടനം നടത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50-ാം ദിവസം നിരാഹാര സമരത്തിന്റെ 12-ാം ദിവസം, പട്ടിണി കിടന്നതിന്റെ 12-ാം ദിവസം, ജീവിതം വഴിമുട്ടിയതിന്റെ 50-ാം ദിവസം ഇവർ സമരം ഏറ്റവും ശക്തമായ സമരമാർഗത്തിലൂടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ സമരം സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ്. അവരുടെ പ്രതിഷേധം സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ ഒന്നുപോലും അംഗീകരിക്കാതെ അനുഭാവപൂർവമായ ഒരു നിലപാട് പോലും സ്വീകരിക്കാത്ത സർക്കാരിനെതിരെ അവർ സമരം കടുപ്പിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അവർ പറയാനുള്ളത് അവരുടെ ആവശ്യങ്ങൾ അത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. നമ്മൾ ഓരോ ദിവസവും ഫെബ്രുവരി 10-ന് ഈ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവരും സമരം തുടങ്ങിയ ദിവസം മുതൽ ഫെബ്രുവരി 10-ന് തുടങ്ങിയ സമരമാണ് ഇപ്പോൾ 50 ദിവസമാകുമ്പോൾ ഈ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചിരിക്കുന്നു എന്ന വിമർശനം അത് ഉണ്ട്. 2 തവണ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ ആ 2 ചർച്ചയും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്.